ആഴ്ചത്തെ ഉഗ്രൻ അടിക്ക് ശേഷമാണ് അനുമോളും ആദിലയും നൂറയും തമ്മിൽ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഈ പറയുന്ന ഗേൾസിന്റെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലും പിടിയും ഉണ്ടാവും, പക്ഷെ അവർ ഭയങ്കര തിക് ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയും എന്നുണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പിനകത്ത് കള്ളത്തരം ഒന്നും കാണില്ലായിരിക്കും എന്ന് ഓരോ തവണയും വിചാരിക്കും. പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എനിക്കിത് മാറ്റി പറയേണ്ടി വരും. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചൊരു ദിവസമാണ്. എസ്പെഷ്യലി ആദിലയുടെ സംസാരം ഞാൻ വെറുത്തുപോയ ഒരു ദിവസമാണ്. സംഭവം പറയാം, ലൈവിലെ വിശേഷമാണ്. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ടേ കിച്ചണിൽ ഉണ്ടായിരിക്കേണ്ട ആൾക്കാരായിട്ടുള്ള സാബുമാനും ആദിലയും ഈ പറയുന്ന സംസാരത്തിലാണ്. അതും അക്ബറെ കുറിച്ച് കംപ്ലീറ്റ് കുറ്റം പറയുകയാണ്. ഇനി ഈ ആഴ്ച എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അക്ബറിനെ വേണം പുറത്ത് ചാടിക്കാൻ. അക്ബർ അല്ലെങ്കിൽ നെവിൻ അല്ലെങ്കിൽ സാബുമാൻ, ഇവരെ ആരെങ്കിലും പുറത്ത് ചാടിക്കാനുള്ള ഒരു വഴിയാണ് അവിടെ ആദില പ്ലാൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എസ്പെഷ്യലി അക്ബറിനെ എങ്ങനെയെങ്കിലും എവിക്റ്റ് ആക്കണം. പിന്നെ അക്ബറിനെയും നെവിനെയും കുറിച്ച് കൂടുതൽ ഒന്നും പറയാൻ ഈ ആഴ്ച ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം രണ്ടുപേരും പക്കാ സൈലന്റ് ആണ്. പിന്നെയും ഇന്നലെ ആ ഒരു പണത്തിന്റെ സംഭവം വന്ന സമയത്ത് നെവിൻ കുറച്ച് വികൃതിയൊക്കെ കാണിച്ചപ്പോൾ കുറച്ച് ഒരു ഹൈലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അക്ബർ അത്ര പോലും നിൽക്കുന്നില്ല. അപ്പൊ നൂറയും ആദിലയും ഏതു നേരവും പറയുന്നുണ്ട്. നൂറയും ആദിലയും അക്ബറെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇയാൾക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കൂടെ ഒന്നും അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഇയാൾക്ക് ഒന്നുകിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ അയാളുടെ വൈബിനനുസരിച്ചുള്ള ആൾക്കാരെടുത്തേ അയാൾ മിണ്ടത്തോള്. പിന്നെ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും കഴിയുമെന്ന് അയാൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്നത് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ആദിലയ്ക്ക് മറ്റൊരു വലിയ പ്രശ്നം എന്തെന്നറിയോ? ആ പാവ മോഷ്ടിച്ചത് ഒരു കുറ്റമായിട്ട് ആദില കൺസിഡർ ചെയ്യുന്നില്ല. അത് അന്നേരത്തെ ദേഷ്യത്തിന് ട്രിഗർ ആയപ്പോൾ ആദില അക്ബറിന്റെ ആ പാവം അത്രയും കഷ്ടപ്പെട്ട് കളിച്ചതാണ്. അത് നല്ല ചീത്തവിളി കിട്ടി കളിച്ച ഒരു ഗെയിം ആയിരുന്നു, ഒരു ടാസ്ക് ആയിരുന്നു അക്ബറിൻ്റെത്. എന്നിട്ട് ഈ പറയുന്ന അക്ബറിന്റെ പാവം അത്രയും മോഷ്ടിച്ച് അക്ബറിന് 0 ഇട്ട് കൊടുത്തേച്ച് പിന്നെ പോയി അക്ബറിന്റെ അടുത്ത് പോയി ആ ഒരു ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് മുന്നേ പോയി കൺഫസ് ചെയ്യുന്നുണ്ട്. ഞാനത് അങ്ങനെ ഗെയിമിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അന്നത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ തോന്നലിനെങ്കിൽ എടുത്തതാണ്, അല്ലാതെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ ആദില പോയി അക്ബറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അക്ബർ എന്ത് ചെയ്തു? ഇതെല്ലാം കേട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു, വിഷമിച്ച് കരയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. അപ്പൊ ആദില പറയുന്നത് അക്ബർ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു, മനസ്സിലാക്കി എന്ന രീതിയിലായിരുന്നു അക്ബർ പെരുമാറിയത്. അങ്ങനെ പെരുമാറാതെ ഈ ആദിലയെടുത്ത് ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ലാലേട്ടൻ വന്ന ദിവസം ആദിലയ്ക്കെതിരെ സംസാരിച്ചു. ആദില തന്നെ തോൽപ്പിക്കാൻ വേണ്ടി പ്രത്യേക മനഃപൂർവ്വം ചെയ്തു എന്ന് അക്ബർ പറഞ്ഞു. വളരെ നല്ല കാര്യം, അതങ്ങനെ തന്നെയാണ് എന്ന് കരുതുന്നോണ്ട് ഈ ആദിലയ്ക്ക് എന്താണ്? ആദില പറയുന്നതെല്ലാം നമ്മൾ എല്ലാവരും അങ്ങ് അതേപോലെ കേൾക്കണം എന്ന് പറയുന്നോണ്ട് കാര്യമൊന്നുമില്ല. ആദില പറഞ്ഞു, കേൾക്കണോ കേൾക്കണ്ടയോ അത് മനസ്സിലാക്കണ്ടയോ അത് അക്ബറിന്റെ ഇഷ്ടം, അല്ലെങ്കിൽ അക്ബറിന്റെ വ്യൂ പോയിന്റ് അനുസരിച്ചിരിക്കും. ആദില പക്ഷെ വാശി പിടിക്കുകയാണ്. അക്ബർ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തേ പറ്റൂ, അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ അടുത്ത് പോയി മാറ്റി പറഞ്ഞു. അപ്പോഴത്തേക്കും ഇത് കൊണ്ടുവന്നിട്ട് ആദില നൂറയെടുത്തും സാബുമാന്റെ അടുത്തും അനുമോളെടുത്തും ഒക്കെ കിടന്ന് അങ്ങ് പറഞ്ഞ് അങ്ങ് മെഴുകാണ്. എന്നിട്ട് പിന്നെ ഒരുങ്ങുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ നൂറയെ കിട്ടുകയാണെങ്കിൽ നൂറയെ അടുത്ത് സാബുമാനെ കിട്ടുകയാണെങ്കിൽ സാബുമാന്റെ അടുത്തും ഒക്കെ ഇങ്ങനെ അക്ബറിനെ കുറിച്ച് കുറ്റം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രേക്ഷകർ ഇത് കേൾക്കുമ്പം, ഈ നൂറയുടെയും ആദിലയുടെയും കോൺവെർസേഷൻസ് ഒക്കെ കേൾക്കുമ്പം അയ്യോ പാവം നെവിന്റെ കാര്യം പറയുന്നുണ്ട്. നെവിനൊക്കെ എന്തൊരു കോൺഫിഡൻസാ. നമുക്ക് ആ കോൺഫിഡൻസ് ഒന്നും ഇല്ലല്ലോ ടോപ്പ് 5 വരുമെന്ന്. നെവിനൊക്കെ പുറത്ത് PR കാണുമായിരിക്കും, നമുക്കാണ് PR ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മെഴുകല്. ഇത് ഇത്തിരി അല്ല ഒത്തിരി ഓവറാണ് ആദിലയും നൂറയും കാണിക്കുന്നത്. ഇനി ആദിലയും നൂറയും കൂടെ ഒന്നിച്ചു ചേർന്നിട്ട് ഈ അനുമോളെ ഭയങ്കരമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇപ്പം ഇവര് ഈ നൂറ ക്യാപ്റ്റൻസിയിലേക്ക് വന്ന സമയത്ത് അനുമോളെയൊക്കെ കൂടെ നിർത്തി, അനുമോളെ കിച്ചണിൽ നിർത്തി ക്യാപ്റ്റനായിട്ട് സാബുമാനെ കൊടുത്തു. ആദിലയും പിടിച്ച് കിച്ചണിലിട്ടു. അത് തന്നെ ഏറ്റവും വലിയ ചതി. അതായത് കിച്ചണിൽ ക്യാപ്റ്റനായിട്ട് നിന്നോട്ട് അവിടെ സാബുമാൻ ഒരു കുന്തവും ചെയ്യത്തില്ല. ഇനി ക്യാപ്റ്റൻസി അനുമോൾക്ക് അറ്റ്ലീസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ, കൊടുത്താലും കൊടുത്തില്ലേലും ഈ പറയുന്ന കിച്ചൺ മര്യാദയ്ക്ക് നോക്കുന്നത് അനുമോള് തന്നെയായിരിക്കും. അനുമോൾ അത് സ്വന്തം ഇഷ്ടത്തിൽ അങ്ങ് ചാടിക്കയറി ചെയ്തോളൂ എന്നുള്ളത് നൂറയ്ക്ക് അറിയുകയും ചെയ്യാം, നൂറയ്ക്കും ആദിലയ്ക്കും അറിയാം. ഇനി അനുമോൾ അവിടെ ഉള്ളിടത്തോളം കാലം കിച്ചണിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഫുഡ് എന്തായാലും കറക്റ്റ് സമയത്ത് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടും പണിയെല്ലാം അനുമോൾ ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും മടിച്ചിയായിട്ടുള്ള ആദിലയും നൂറ എടുത്ത് അനുമോളുടെ കൂടെ ഇട്ടു. ഇപ്പൊ ഈ 2 ദിവസമായിട്ട് അനുമോൾ മാത്രമാണ് കിച്ചണിൽ, അനീഷാണ് കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. അനീഷ് ആ ടീം കൂടിയല്ല. അനീഷിനും ഷാനവാസിനും കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലോറും ബാത്റൂമും ആണ്. ആ ജോലി ചെയ്യുന്നതിന്റെ കൂടെയാണ് അനീഷ് വന്നിട്ട് ഈ പറയുന്ന അനുമോളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ചെറിയ ഹെൽപ്പ് ആണെങ്കിൽ പോലും, വലിയ ഹെൽപ്പ് ആണെങ്കിൽ പോലും അനീഷ് അത് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല.
ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഒറ്റയ്ക്കാണ് ഇപ്പൊ കിച്ചൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ പ്രൊമോ വന്ന സമയത്ത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, ഈ അടിയുടെ പിന്നിൽ ഇനി സാബുമാനും ആദിലയും ഇനി എന്തൊക്കെ കാണിച്ചാലും ഫുഡ് ഉണ്ടാക്കാൻ മാത്രം അനുമോള് വിളമ്പിക്കൊടുത്ത് കിച്ചണിലെ ഡ്യൂട്ടി ചെയ്യാമെന്ന് സാബുമാനും ആദിലയും കരുതിയോ? എന്തൊരു ബോറാണ്, ശരിക്കും പറഞ്ഞാൽ ബോറാണ്. പിന്നെ എന്തായാലും ആ ഒരു ആദില നൂറ കൂട്ടുകെട്ടുണ്ടല്ലോ, ഇവർ രണ്ടുപേരും അനുമോളെ ഊറ്റിയും അനീഷിനെ ഊറ്റിയും വോട്ട് പിടിക്കുകയാണെന്നുള്ളത് ഈ ഒരു ഇപ്പോഴത്തെ രാവിലെ തൊട്ടുള്ള ഒരു സ്ലോ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തായാലും അതിനെക്കുറിച്ചുള്ള കമന്റ്സ് പറയാം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പോകെ ആദിലയും നൂറയും നല്ല പോലെ ടെൻഷനിലാണ്. കാരണം പണപ്പെട്ടി എടുത്തോണ്ട് പോവാന്ന് കരുതി ആദിലയുടെ ബുദ്ധി നടന്നില്ല. അതുമാത്രമല്ല എല്ലാവരും ഒന്നിച്ച് ഈ പറയുന്ന നോമിനേഷനകത്തുണ്ട്. എന്തായാലും നൂറ സേവ്ഡ് ആണ്, താൻ ഇനി സേവ് ആവുമോ അറിയില്ല. അതുകൊണ്ടൊക്കെയാണ് ആദില കിടന്ന് ഈ അക്ബറിനെയും നെവിനെയും എല്ലാം കിട്ടും കുറ്റം പറഞ്ഞ് ഇനി ഒരു പുതിയ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉച്ചയാവട്ടെ, ചോറും പരിപ്പ് തോരനും ഒക്കെ വരട്ടെ, പയറ് തോരനും വരട്ടെ. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പോരട്ടെ. അതുപോലെ തന്നെ സീരിയൽ ഗ്രാമ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ പോയി വരാം. ബൈ.